വല്ലഭേ ഗിരികന്യേ പാർവതി ഇങ്ങനെ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഭാര്യ ഭർത്താവിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഭർത്താവ് ഭാര്യനെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കേണ്ടത്. ശിവൻ ഈ കഥ പറയുന്ന സമയത്ത് പാർവതിനെ അത്രമേൽ പ്രിയപ്പെട്ടവളെ, അത്രമേൽ സ്നേഹത്തോടെ ധന്യേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ധന്യ എന്ന് വെച്ചാൽ എന്താ, എല്ലാം തികഞ്ഞവളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം അത്രയും കൊഞ്ചിച്ച് ലാളിച്ചാണ് ശിവൻ്റെ ഭാര്യനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഭാര്യനും ഭർത്താവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അപ്പം ശിവൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് പാർവതി ഈ കഥ കേൾക്കാൻ, രാമൻ്റെ ചരിതം കേൾക്കാൻ നിനക്ക് മനതാറിൽ ആശ ഉണ്ടായത് മഹാഭാഗ്യവും പുണ്യവുമാണ്. അവിടെ ഇതുവരെ ഈ കഥ ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഈ കഥ പറഞ്ഞു തരാം, അത് ഒരു പുണ്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് ഞാൻ ഈ കഥ നിനക്ക് പറഞ്ഞു തരാം.